സർവസുഖങ്ങളുണ്ടായിട്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാണ് അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിണിയാണ് അവരും ഒറ്റക്ക് ജൂതന്മാർ മുഴുവനും വ്യഭിചാരിണി എന്ന് പറഞ്ഞ് മറിയം ബീവിയെ അഭിസാരിക എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ജെറൂസലേമിൽ നിൽക്കാൻ സ്വൈരം കൊടുക്കാതെ മറിയം റളിയല്ലാഹു അൻഹാ തന്റെ ഗർഭത്തിലിരിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ ചാരിത്രമുണ്ടായിരുന്നപ്പോ ചാരിത്രശുദ്ധി ഉണ്ടായിരുന്നപ്പോ പെണ്ണായി അച്ചടക്കത്തോടെ ലജ്ജയോടുകൂടെ നാണത്തോടുകൂടെ മറിയം ബീവിയെ പോലെ ജീവിച്ചാൽ അവർക്ക് സ്വർഗമല്ലേ? അവർ മുഅ്മിനീങ്ങളുടെ ഉദാഹരണമല്ലേ? മുഅ്മിനീങ്ങൾക്ക് മാതൃകയല്ലേ മറിയം റളിയല്ലാഹു അൻഹാ? വനഫഖനാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ? നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇനി യോഗമുണ്ടോ? റിമോട്ട് പിടിച്ച് ചാനലുകളായി മാറി മറിഞ്ഞ് ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു ചാനലിന്റെ സീരിയൽ എടുത്ത്, ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരു പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു റിയാലിറ്റി ഷോ, അത് കഴിഞ്ഞാൽ പുറത്തേക്ക്, ഇങ്ങനെ മാറി മാറി റിമോട്ട് പിടിച്ച് ടിവിയുടെ മുമ്പിലിരുന്ന് സമയം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് കണ്ടു പഠിക്കാൻ എന്ത് മാതൃകയാണ് പെങ്ങളെ, എന്ത് മാതൃകയാണ് സഹോദരി, എന്ത് മാതൃകയാണ് ഉമ്മ, എന്ത് മാതൃകയാണ് വാപ്പ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. അള്ളാഹുവിന് ഭവ്യതയോടുകൂടെ നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. അള്ളാഹുവിന് ഭവ്യതയോടുകൂടെ ഇബാദത്ത് ചെയ്തിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. ആ മാതൃക നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മ? ആ മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടോ സഹോദരി? നമ്മുടെ മക്കൾ വാല് കേട്ടാലും പ്രസംഗം കേട്ടാലും മദ്രസയിൽ പോയി പഠിച്ചാലും അറബി കോളേജിൽ പോയി പഠിച്ചാലും വീടിന്റെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു, വാപ്പ എന്ത് ചെയ്തു, ഇതല്ലേ മക്കൾ പഠിക്കുന്നത്. മക്കളെങ്ങാനും ഉറക്കത്തിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട കാലമുണ്ടോ? ഇപ്പോൾ ഉമ്മയെ കണ്ട കാലുണ്ടോ? ഉമ്മ കിടന്നുറങ്ങുന്നുണ്ട്, ഉമ്മ നിസ്കരിച്ചിട്ടില്ല, ഉമ്മ ടിവിയുടെ മുമ്പിലുണ്ട്, ഉമ്മ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നല്ലാതെ എന്റെ ഉമ്മ പാതിരാത്രി നിസ്കരിക്കാറുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഞാൻ കണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള മക്കളുണ്ടോ? എന്റെ ഉമ്മ മുസല്ലപ്പായ വിരിച്ച് സുജൂദിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരി പെണ്ണായിരുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ വയസ്സ് 18. ആ 18കാരി എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ലോക മുസ്ലിമീങ്ങളുടെ മാതാവല്ലേ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വന്തം അമ്മായിയായ ആയിഷ ബീവി നിസ്കരിക്കുന്ന നിസ്കാരം കണ്ടിട്ട് മഹാനായ സ്വഹാബി പറയുന്നത്, ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ആയിഷ ബീവി മുസല്ല വിരിച്ച് നിസ്കരിക്കുകയാണ്. എന്താണ് നിസ്കാരത്തിൽ ഓതുന്നതോ? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമ്മളോട് കാരുണ്യം കാണിക്കുകയും ഫവഖാനാ അദാബസ്സമൂം നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ചൂടുള്ള കാറ്റ് നമ്മുടെ മുഖത്ത് വരാതെ അല്ലാഹു കാത്തില്ലയോ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതി ആയിഷ ബീവി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 18 വയസ്സുള്ള പെൺകുട്ടിയാണിത്. 18 വയസ്സുള്ള ചെറുപ്പക്കാരിക്ക് മാതൃകയായ ആയിഷ റളിയല്ലാഹു അൻഹയാണിത്. നിസ്കാരത്തിലുള്ള നൃത്തം കണ്ട് മണിക്കൂറുകളോളം നിന്നിട്ട് മഹാനായ സ്വഹാബി പറയാ, ഞാനൊന്ന് തിരിച്ചുപോയി ഒന്ന് ഉറങ്ങിയിട്ട് വരാം, ആയിഷ ബീവിയോട് വല്ലതും ചോദിക്കാൻ വന്നതാണ്.
അമ്മായിയുടെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല, ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴും ആയിഷ ബീവി റൂമിൽ നിസ്കരിക്കുകയാണ്. അതേ ആയത്തോതി ഇങ്ങനെ കരയുന്നുണ്ട്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ, നരകത്തിന്റെ തീയിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. ഈ വാക്ക് പറയുന്ന ചെറുപ്പക്കാരി പെണ്ണാണെന്ന് ഓർക്കണം. ആ കാഴ്ചകളാണ് സ്വഹാബത്തിനെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് താബിഉകളെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് ഇസ്ലാമിന്റെ ജനറേഷൻ ഉണ്ടാക്കിയത്. ഈ വീടിന്റെ ഉള്ളിലെ മാതൃക നമ്മുടെ ഉമ്മമാരെ. അതൊരു മാതൃക, ഇന്നത്തേത് വേറൊരു മാതൃക. എന്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? ഏതാണ് നമ്മുടെ മക്കൾക്കുള്ള പാഠം? നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന വാപ്പമാരെവിടെ? അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന ഉമ്മമാരെവിടെ? അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ സമൂഹത്തിന് വേണം. അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ തങ്ങളുടെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ കാരക്കയുടെ കുരുവിന്റെ കൊട്ടയുമായി നടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക കുരു ചുമന്ന് നടന്നു വരുന്ന മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, മഹദി ഭർത്താവിനെ സഹായിക്കുകയാണ്, ഒട്ടകത്തിന്റെ തീറ്റ കൊണ്ടുവരികയാണ്. ആ പെണ്ണുങ്ങൾ നടക്കുന്ന കണ്ടപ്പോ, മഹദിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തെ നിർത്തിയിട്ട് പറഞ്ഞു, ബഹിൻ ബഹിൻ ഇഖ് ഇഖ് എന്ന് പറഞ്ഞ് ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു. കയറാൻ വേണ്ടി പറയുകയാണ് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അവരുടെ ഭാര്യമാർ, നബിയുടെ ഭാര്യമാർ നമുക്ക് മാതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂലോ നമുക്ക് വാപ്പക്ക് തുല്യമല്ലേ, നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരല്ലേ. സ്വന്തം മകളോടെന്ന പോലെ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോ ഉമ്മു സുലൈം പറയുകയാണ്, ഫദകർതു ഗീറതക യാ അബാ ത്വൽഹ. അബൂ ത്വൽഹ, നിങ്ങൾ വല്ലാതെ ഈർഷ്യതയുള്ള ആളാണല്ലോ. നിങ്ങളുടെ ഭാര്യയായ ഞാൻ മറ്റൊരാളിന്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, നോക്കുന്നത് ഇഷ്ടമല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലാണിത്, എന്നിട്ട് പോലും ഞാൻ അതോർത്ത് നബിയുടെ പിന്നാലെ കയറിയില്ല എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മഹാനായ സ്വഹാബിയുടെ മറുപടി, ഉമ്മു സുലൈമേ, നിനക്ക് നബി തങ്ങളുടെ പുറകിൽ കയറലായിരുന്നു. അങ്ങാടിയിലൂടെ കൊട്ടയും പിടിച്ച് നടക്കുന്നതിനേക്കാളും ഖൈർ അള്ളാഹുവിന്റെ റസൂലിന്റെ പുറകിൽ കയറലായിരുന്നു മോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എന്താണ് ജാള്യത, എന്താണ് ലജ്ജ, എന്താണ് ചൈസ്റ്റിറ്റി, എന്താണ് ചാരിത്രശുദ്ധി, എന്താണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം? എന്താണ്? ആഭരണമാണോ? അല്ല. 4 വാക്ക് സംസാരിക്കാൻ കഴിയലാണോ? അല്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണ്? അവളുടെ ലജ്ജയാണ്, നാണമാണ്. നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുന്നത് ഉമ്മയെ കണ്ടിട്ടാണ്. ജാള്യതയില്ലാതെ, ലവലേശം സങ്കോചമില്ലാതെ അന്യാളുകളോട് അങ്ങാടിയിലൂടെ വെറുമൊരു പർദ്ദ ധരിച്ച് നടന്നാൽ പിന്നെ മനുഷ്യന്മാരോടൊക്കെ സംസാരിക്കണമെന്നും കയ്യും മുഖവും ഔറത്തല്ലെന്നും പറഞ്ഞ് നടക്കുന്ന സഹോദരിമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ, ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ തന്ന മാതൃകയാണോ നമ്മുടെ സമൂഹത്തിന് കൈമാറുന്നത്? ഉമ്മയെ കണ്ടിട്ട് ഉമ്മയെ പോലെ ആവണമെന്ന് തോന്നുന്ന പെങ്ങളുണ്ടോ ഇവിടെ? മകളുണ്ടോ ഇവിടെ? എന്റെ ഉമ്മയെ പോലെ എനിക്കാവണം, എന്റെ ജ്യേഷ്ഠത്തിയെ പോലെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് അനിയത്തിക്ക് തോന്നുന്നുണ്ടോ? എന്റെ അനിയത്തിയെ കണ്ടിട്ടെങ്കിലും എനിക്കൊന്ന് നന്നാവണമെന്ന് ജ്യേഷ്ഠത്തിക്ക് തോന്നാൻ അനിയത്തി മാതൃകയാണോ? അനിയത്തിക്ക് ജ്യേഷ്ഠത്തി മാതൃകയായിട്ടുണ്ടോ? മക്കൾക്ക് ഉമ്മ മാതൃകയാണോ? ഉമ്മാക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മക്കൾ ഉണ്ടാകുന്നുണ്ടോ? മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ടോ? ഇന്ന സഅയകും ലശത്താ. എന്തൊരു മോശപ്പെട്ട രീതിയിലാണ് സമൂഹത്തിന്റെ ഒഴുക്ക്. ഇന്ന സഅയകും ലശത്താ. അവിടെ ഏറ്റവും വലിയ ലജ്ജയുടെ, നാണത്തിന്റെ, ഹയാഇന്റെ, ചൈസ്റ്റിറ്റിയുടെ മാതൃക ഇവിടെ. നാണമില്ലാത്ത സിംഫാനി മിൻ ഉമ്മതി ലം അറഹുമാ. 2 വിഭാഗമുണ്ട് എന്റെ സമൂഹത്തിൽ, ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. 2 പേരും നരകത്തിലാണ്. ഞാൻ കാണാത്ത 2 വിഭാഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ.
പശുവിന്റെ വാലുപോലെ ചാട്ടവാറുകൊണ്ട് ജനങ്ങളെ അടിക്കാൻ വരുന്ന നിയമപാലകന്മാർ, പ്രഹരിക്കുന്ന പോലീസുകാർ, അടിക്കുന്ന പോലീസുകാർ, മനുഷ്യന്മാരടിക്കുന്നവർ, മനുഷ്യന്മാരെ ശാരീരിക വേദനിപ്പിക്കുന്നവർ, അങ്ങനെ ചാട്ടവാറുകൊണ്ട് മനുഷ്യന്മാരെ അടിക്കുന്ന ഒരു വിഭാഗം ഇനി വരാനുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ലെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഒരു കൂട്ടരുമുണ്ട്, വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാത്ത്. വസ്ത്രം ധരിച്ചു എന്ന് പറയാം, പക്ഷേ ആരിയാതുൻ അവർക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്, ശരീരം മുഴുവനും കാണിച്ചു നടക്കുന്നതിന് തുല്യമാണ്. ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിച്ച്, ട്രാൻസ്പാരന്റ് ആയ വസ്ത്രം ധരിച്ച്, തൊലിനിറം കാണുന്ന വസ്ത്രം ധരിച്ച് പെണ്ണുങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ലമ്മറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബികൾ അവരെ കണ്ടിട്ടില്ല. കാസിയാത്തുൻ അവർക്ക് വസ്ത്രമുണ്ട്, പക്ഷേ ആരിയാത്തുൻ വസ്ത്രമില്ലാത്തവരാണ്. മായിലാത്ത് പുരുഷന്മാരിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണ്. മുമീലാത്തുൻ പുരുഷന്മാർ തങ്ങളിൽ ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന നടക്കുന്ന നടത്തവും പെരുമാറ്റവുമുള്ളവർ. لا يدخلن الجنة رؤوسهن كأسنمة البخت المائلة. ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലമുടി കെട്ടിവെച്ച് മേലോട്ട് ഉയർത്തിവെച്ച് കെട്ടായി വെക്കുകയും, അങ്ങനെ ഒട്ടകം നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ പെണ്ണുങ്ങളുടെ തലമുടിയുടെ കെട്ട് മേലെ കെട്ടിവെച്ച കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലുമായി വരുന്ന കാലം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ വരാൻ പോകുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം പെണ്ണുങ്ങളുടെ വേഷമായി, അവരുടെ സംസ്കാരമായി, അവരുടെ മുടിയുടെ സംസ്കാരമായി മാറി തുടങ്ങിയിട്ടില്ലേ? അറബ് രാജ്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അറബ് പെണ്ണുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ മുടി ഇങ്ങനെ മേലോട്ട് വെച്ചിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ മേലെ നിൽക്കുന്ന പോലെ മുടിക്കെട്ട് മേലോട്ട്. പർദ്ദ ധരിച്ചിട്ടുണ്ട്, മുടി കാണുന്നില്ല, പക്ഷേ ആ മുടിയുടെ സ്റ്റൈൽ എങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മേലോട്ട് കെട്ടിവെക്കുകയും, ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ മുടിയുടെ കെട്ടിങ്ങനെ മേലെങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങൾ അവർ പുരുഷന്മാരെ കുഴക്കാനും പുരുഷന്മാരെ വശീകരിക്കാനും ഇറങ്ങിത്തിരിച്ചവരാണ്. അവരുടെ ഫോൺ കോളുകളുടെ ലക്ഷ്യമതാണ്, അവരുടെ വിളികളുടെ ലക്ഷ്യമതാണ്, അവരുടെ നടത്തത്തിന്റെ ലക്ഷ്യമതാണ്, അവരുടെ വേഷത്തിന്റെ ഡ്രസ്സിന്റെ സ്റ്റൈലിന്റെ ലക്ഷ്യവും അതാണ്. ആരെങ്കിലും എന്നെ നോക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നവർ ലാ യദ്ഖുൽനൽ ജന്ന, ലോകത്തിന് സത്യം പഠിപ്പിച്ച ഗുരു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അവർക്ക് സ്വർഗ്ഗമില്ല കേട്ടോ. വലാ യജിദിന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും ഈ കൂട്ടർക്ക് ലഭ്യമല്ല. വ ഇന്ന റീഹഹാ ലതഫൂഹു മിൻ മസീറതി കദാ വകദാ, എത്രയോ ആയിരക്കണക്കിന് മൈലുകളിലേക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധം, അതിന്റെ സൗരഭ്യം അടിച്ചു വീശും. അതൊന്നും ഈ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾക്ക് ലഭ്യവുമല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ചേർത്ത് വായിക്കണം. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മരിക്കാൻ കിടക്കുമ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ ശരീരം നിങ്ങൾ മറവു ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ഒരു പലകയിൽ എന്നെ കൊണ്ടുപോയാൽ, ആ പലകയിൽ എന്നെ കിടത്തിയാൽ, എന്റെ ശരീരം നിങ്ങൾ വസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ നീളവും അതിന്റെ വണ്ണവും ഞാനൊരു പെണ്ണാണല്ലോ എന്നും വഴിയിലൂടെ നടക്കുന്ന ആണുങ്ങൾ കണ്ടുപോകില്ലേ? അതുകൊണ്ട് എനിക്ക് മരണം ഇഷ്ടമാകുന്നില്ല. എന്റെ ഉപ്പയെ കാണാൻ എനിക്ക് കൊതിയുണ്ട് താനും, പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ പരന്ന ഒരു പലകയല്ലേ, ആ പലകയിൽ എന്നെ കിടത്തിയാൽ എന്റെ ശരീരം പുരുഷന്മാർ കാണില്ലേ എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്ത ഹദീസ് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. മഹദി പറഞ്ഞു ഒരു വാക്ക്, അല്ല ഫാത്തിമ ബീവി, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട, എനിക്കൊരു ഐഡിയ ഉണ്ട്. എത്യോപ്യക്കാരായ ആളുകൾക്ക് മയ്യത്ത് കട്ടിലുകളുണ്ട്.
സൈഡിൽ പലകകളുള്ള വീഴാത്ത രീതിയിൽ പെട്ടിയായി കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ ഞാൻ എത്യോപ്യക്കാർക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ പോരെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മഹദി അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മരിക്കാൻ കിടക്കുന്ന 20 ചില്ലാനും പ്രായമേ ആയിട്ടുള്ള ഫാത്തിമ ബീവിക്ക് ആ മഹദിയാണ് പറഞ്ഞത്, അസ്മാ ആ കട്ടിലൊന്ന് എനിക്ക് കാണിച്ചു തരിൻ. ഏതാനും ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിൽ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിൽ, മയ്യത്തിനെ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ അതായിരുന്നില്ല നബി തങ്ങളുടെ കാലത്തെ ഒരു പലക മാത്രമാണ്. ഇന്നത്തെ മയ്യത്ത് കട്ടിൽ പോലത്തെ സൈഡുകളിൽ തടയുള്ള മയ്യത്ത് കട്ടിൽ. ആദ്യമായി ആ കട്ടിലിൽ ഖബറിലേക്ക് യാത്ര പോയത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അവരാണ് തുടക്കം കുറിച്ചത്. എന്തിനെന്നറിയോ? എന്റെ ശരീരം മയ്യത്തായ എന്റെ ശരീരം കഫംപുട കൊണ്ട് പുതച്ചാൽ പോലും ആണുങ്ങൾ എന്നെ കാണില്ലേ, എന്റെ നീളം കാണില്ലേ, എന്റെ ശരീരത്തിന്റെ വണ്ണം അവർ കാണില്ലേ. ഇത് മോശമാണ്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ആ മയ്യത്ത് കട്ടിലിന്റെ രൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് അൽആന ത്വാബ ഖൽബി, എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വലം തുറ, അവരെ കാണപ്പെട്ടിട്ടില്ല, ളാഹികതൻ ബഅദ വഫാതി അബീഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പ അല്ലാഹുവിന്റെ റസൂൽ 6 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും പുഞ്ചിരിക്കാത്ത ഫാത്തിമ ബീവി മയ്യത്ത് കട്ടിലിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, വെറും ഒരു പലകയിൽ കിടത്തിയിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പുഞ്ചിരിച്ചു എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇന്ന സഅയകും ലശത്താ, എന്തൊരു വ്യത്യാസം. ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ പെങ്ങള്, ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ ഉമ്മമാർ, ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ യുവജനങ്ങൾ, ഇവിടെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും. അസ്തിത്വം, ഇസ്ലാമിന്റെ തഖ്വയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയാൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, നരകത്തിലേക്കുള്ള വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്, ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്, തദ്കീറുകളും തംബീഹുകളും നടക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്? ഇത്രയേ വിഷയം. ഞാൻ ഇതെടുക്കണോ അതെടുക്കണോ? രണ്ടും നിന്റെ മുമ്പിലുണ്ട്, രണ്ടും മുമ്പിലുണ്ട്. അത് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ശരീരത്തെ നശിപ്പിക്കലിൻ, ശരീരത്തെ നശിപ്പിക്കലിൻ. ഈ ശരീരമുണ്ടെങ്കിലല്ലേ നിസ്കരിക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ.